പുരുഷനാക്കി ജനിപ്പിക്കുന്നതിൽ 100 നന്ദിയുണ്ട്. ആണായി ജീവിക്കാൻ വലിയ പ്രയാസാടോ. ആണായി ജീവിച്ചാ ആണത്തെ തെളിയിക്കേണ്ടി വരും. ഇല്ലാത്ത ഈ ആണത്തം ഇവരെവിടെ ചെന്നുണ്ടാക്കും? ആണെന്ന് തെളിയിച്ചില്ലെങ്കിൽ നിലനിൽപ്പില്ല. അതാ കഷ്ടം. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ആണുങ്ങൾ ആണത്തെ കാണിക്കാൻ ചില എളുപ്പമാർക്ക് കണ്ടെത്തും. അബലയെന്ന് സ്വയം സംബന്ധിക്കുന്ന സ്ത്രീയിൽ ആണത്തം തെളിയിക്കുക. അമ്മയും ഭാര്യയും സഹോദരി അങ്ങനെ അവന് മുമ്പിൽ ചാഞ്ഞു കിടക്കുന്ന സകല കൊമ്പിലും ചാടി കയറി അവൻ ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കും. പിന്നെ ആണത്തത്തിന്റെ അടയാളങ്ങൾ പല പെണ്ണിലും പലതരത്തിൽ കരുണയില്ലാതെ കോറിയിടും. അതുകൊണ്ടാണ് മുറുകിമാതാ ഞാൻ പറഞ്ഞത്, നീ ഞങ്ങളെ ആണും പെണ്ണും കെട്ടവരാക്കിയത് നന്നായി എന്ന്. കാരണം ഒരാണിന്റെയും അടയാളങ്ങൾ ഞങ്ങൾ കടിവയറ്റിൽ പേരേണ്ടി വരില്ല. നീ തന്ന വൈകൃതമാണ് ഞങ്ങളുടെ രക്ഷാകവചം. അല്ലായിരുന്നെങ്കിൽ ആ പാവം പെണ്ണ് നീരജയെ പോലെ ആ ആളുകൾ കടിച്ചു കൊടുത്ത ശരീരവുമായി ഞങ്ങൾക്ക് നിലവിളിക്കേണ്ടി വരും. ആണത്തും എന്നാൽ കാടത്തുമാണെന്നാ ഇവർ ധരിച്ചിരിക്കണേ. വീട്ടിൽ ഒന്ന് പതുക്കെ കഴിച്ചതൊക്കെ അവൾ ഒരുവിധം മറന്നു വരുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ വെറുതെ എങ്ങനെ മറക്കാനാടോ? ഓർത്തോർത്ത് വേദനിക്കുന്നുണ്ടാവും ആ പാവം. അവളെ പോലെ ഒരു നാട്ടിൻ പുറത്ത് കയറി പെൺകുട്ടിക്ക് അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലടോ. എപ്പടി മറക്കാൻ മുടിയും? പാവം എന്തൊക്കെ പ്രതീക്ഷയോടെ ആയിരിക്കും അത് ബാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വന്നത്. അവൾ ഡോക്ടറായില്ലെങ്കിൽ അതിന്റെ ദുഃഖം വീട്ടുകാർക്കായിരിക്കും. പക്ഷെ അവളുടെ നഷ്ടം അത് മാത്രമല്ലല്ലോ. ആദ്യമായി മൊബൈൽ ഫോൺ മോഹങ്ങൾ നൽകി അവളെ നശിപ്പിച്ചത് കാമുകനായിരുന്നില്ലേ? പിന്നെ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പിന്നെ അവർ ചൂണ്ടിക്കാണിച്ച പല പ്രമാണികൾ, ആവശ്യക്കാർ പിന്നെ പരാതിക്കാരായി. പരാതിപ്പുറത്ത് അന്വേഷണം നടത്തിയ പ്രിൻസിപ്പലും അവളോട് ആവശ്യപ്പെട്ടത് അടയാളങ്ങളായിരുന്നില്ലേ? അടയാളങ്ങൾ അവളുടെ ശരീരത്തിലെ നഖക്ഷതങ്ങൾ, ദന്തക്ഷതങ്ങൾ, എല്ലാ അടയാളങ്ങളും മറച്ചു വെക്കാൻ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണത്രേ അവൾ പ്രിൻസിപ്പലിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചത്. പിന്നെ പ്രിൻസിപ്പൽ ആണെന്ന് തെളിയിച്ചത് എല്ലാ അടയാളങ്ങളും പോലീസിനും മാധ്യമങ്ങൾക്ക് കൈമാറിയായിരുന്നില്ലേ? അതായിരുന്നില്ലേ പീഡനത്തിന്റെ 2ാം ഘട്ടം? അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തുവോളും ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചിരിക്കും? അതൊക്കെ എങ്ങനെ മറക്കാനാണോ? അതുകൊണ്ടാണ് മുറുകിമാതാ ഞാൻ പറഞ്ഞത്, നീ ഞങ്ങളെ ആണും പെണ്ണും കെട്ടവരാക്കിയത് നന്നായി എന്ന്. കാരണം ഞങ്ങൾ ഇരകളുമല്ല വേട്ടക്കാരുമല്ല. ഇന്ന് ഞങ്ങൾ സംരക്ഷകരാ. നീരജ എന്ന പാവം പെണ്ണിന്റെ സംരക്ഷകർ. ഒന്ന് പതുക്കെ പറയാൻ പറഞ്ഞില്ലേ? പത്രക്കാരിൽ പേടി അവൾക്ക് TV-ക്കാരിയാ. അതുകൊണ്ടല്ലേ അവൾ വീട്ടിലേക്ക് പോലും പോകില്ലെന്ന് പറഞ്ഞ് നമ്മളിപ്പോ ഇവിടെ താമസിക്കുന്നത്. ആരോ വെളിയിൽ നിന്ന് ഒളിച്ചു നോക്കണോ? ഇന്നലെ കുറെ പേര് വന്ന് ഇവിടെ ഒളിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഒളിച്ചു നോക്കുന്നവർക്ക് തുണി നോക്കി കാണിച്ചു കൊടുക്കായിരുന്നില്ല നിങ്ങൾക്ക്? അന്വേഷണക്കാർ വരട്ടെ, പോകണ്ട എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ വിട്ടുകൊടുക്കില്ല നമ്മൾ അവളെ. നമ്മൾ കൈകൊട്ടി കളിച്ചും കുടുങ്ങി ചിരിച്ചു നടക്കുന്ന അലവരാദികളാണെന്ന ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. ഓ മുറുകിമാതാ, എന്റെ തല മണ്ണ് കപ്പിയതിന് ശേഷം മാത്രമേ ആ പെണ്ണിന്റെ ദേഹത്തിന് ഒരുത്ത കൈവയ്ക്കൂ. അവൾ കാണിച്ചത് തോന്നുന്നു. ചത്ത തോൽപ്പിക്ക, ആര് തോൽക്കാൻ? വിട്ടേ. ഓ ഓ ഓ ഓ മുറുകിമാതാ. തങ്ങളുടെ മുടികൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാ. ഇവളെന്താ കാണിച്ചെന്നറിയോ? ഇവളുടെ ബാഗ്, കോട്ട്, പുസ്തകം ഒക്കെ കത്തിച്ചു. ഈ പുത്തു മോളെ, പഠിക്കുന്ന പുസ്തകം കത്തിക്കാൻ പാടുള്ളൂ. ഈ ഒരു കൂട്ടിട്ട് ഡോക്ടർ അവനല്ലേ നീ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വന്നത്? ഇത് സരസ്വതി അമ്മ ഇന്തുമാരി ഒന്നും പണക്കൂടാതെ. എന്തിനാ നീരജ നീ ഇത് ചെയ്തത്? ഇതൊരു അതിമോഹമായിരുന്നു. അത് കത്തി തീരട്ടെ, എല്ലാം ഇന്ന് അവസാനിക്കുന്നു. മോളെ, പുറത്ത് കോലാഹലം നടക്കട്ടെ. ഞങ്ങൾ തന്നെ നിന്നെ നിന്റെ വീട്ടിലെത്തിക്കാം. എന്താ പോലെ കുട്ടി? അമ്മക്കണ്ണെ കവലപ്പെട വേണ്ട. ഞങ്ങൾ കൂടെ വന്ന് ഒരു ഊരിൽ അമച്ച് ഞങ്ങൾ തിരിച്ചു പോരുവേ. ആ നാട്ടിലേക്ക് വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയില്ല. അന്യ നാട്ടിൽ പോയി അഴിഞ്ഞാടി നടന്നവരെ കാണാൻ കാത്തിരിക്കായിരിക്കും ഇപ്പൊ നാട്ടുകാര്. പിന്നെ വീട്, ഒരിടത്തരം കുടുംബത്തിലെ വീട്ടമ്മയായ എന്റെ അമ്മയ്ക്ക് തോന്നിയ കൊക്കിലൊതുങ്ങാത്ത മോഹം എന്നെ മെഡിസിൻ അയക്കാന്നുള്ളത്. അതിനുവേണ്ടി നിഷ്കരണം ചിലവാക്കുന്നില്ല അയച്ചൻ. അതായത് എന്റെ അമ്മയുടെ 2ാം ഭർത്താവ് ഏറെ എതിർത്തു. എന്നിട്ട് തുക വെക്കാതെ അമ്മയുടെ പേരുള്ള വസ്തു വിറ്റിട്ട എന്നെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. അതെല്ലാം വെറുതെയാക്കി നശിച്ചു വിട്ട വീട്ടിലേക്ക്. ഇല്ല, അവർക്ക് ഇനി എന്നെ സ്നേഹിക്കാനാവില്ല. പിന്നെ എല്ലാം നശിച്ചൊരു പെണ്ണിന് തിരഞ്ഞെടുക്കാവുന്ന ഒരു വഴി എന്റെ മനസ്സിലുണ്ട്. ശരീരം വില പറഞ്ഞ് വിൽക്കുക.
നീരജ, നീ ഇത് മനസ്സറിഞ്ഞെടുത്ത തീരുമാനം തന്നെയാണോ? അതെ. ആ? ഇത് കണ്ടു തന്നെയാണ് ഭാഗ്യമാതാ ഞാൻ പറഞ്ഞത്. നീ ഞങ്ങളെ ആണും പെണ്ണും കെട്ടുവരാക്കിയത് നന്നായി എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, പെണ്ണിനെന്നും അവൾ നിശ്ചയിച്ച ചില തീരുമാനങ്ങളുണ്ട്. സങ്കടം വന്നാൽ കരയാ, അതിലും വലിയ സങ്കടം വന്നാൽ ചാവുക. ഭർത്താവിനെ തോൽപ്പിക്കാൻ അയൽക്കാരനെ പ്രേമിക്കുക, വഴി തിരിയാതെ നിൽക്കേണ്ടി വന്ന വഴിതെറ്റി തന്നെ സഞ്ചരിക്കുക. ആ കൂട്ടത്തിൽ തന്നെയാണ് നീയും. ഞാനല്ലാതെ എന്താ ചെയ്യാ? ജീവിക്കണം കുട്ടി, മാനത്തോടെ തന്നെ. അതിന് ഞങ്ങൾ ഉണ്ടാവും കൂടെ. ആമക്കണ്ണേ, ഞാൻ ഇരിക്കില്ലേ? തമ്പിക്ക് നിന്റെ അതേ വയസ്സാ. ഇപ്പോ നിന്നെക്കാളൊക്കെ വലുതായിട്ടുണ്ടാവും. മോളെ, ഞങ്ങൾക്ക് മുടി കുടുംബം, അച്ഛൻ, അമ്മ, അനിയത്തിമാരൊക്കെ അവരൊക്കെ അന്തസ്സായി ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്നേഹത്തോട് പോലും അവർക്ക് അറപ്പ. അതുപോലെ നിനക്ക് മറപ്പാണ് കുട്ടി ഞങ്ങളോടൊപ്പം കഴിയാൻ. അറപ്പോ? നിങ്ങൾ എനിക്ക് തന്ന സ്നേഹം, സുഷിതത്വം, അതിനൊക്കെ നന്ദി പറയാൻ പോലും. വേണ്ട 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 വേണ്ട. നന്ദിയും കടപ്പാടൊന്നും ഞങ്ങൾ ഇവിടെ പറഞ്ഞു തീർക്കാറില്ല. പൊട്ടി വരുന്ന ഒരു കരച്ചില്ല പോലും ഞങ്ങളൊരു പാട്ട് കൊണ്ട് തടയും. പരിഹാസത്തോടെ നോക്കുന്ന ലോകത്തോട് കൈകൊട്ടി ചിരിക്കും. സകല താളപ്പിഴകളെ താളമടിച്ചുകൊണ്ട് തന്നെ നേരിടും. കമലാ, പൊന്നൊരുക്കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാലകൊരുക്കൂ, വെണ്ണിലാവിൻ ചന്ദനരാവേ, കൺമണിക്കൊരു ചേലയൊരുക്കൂ. ജിയാ 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 ഹോയ്, ജിയാ 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 ഹോയ്. പൊന്നൊരുക്കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാലകൊരുക്കൂ, വെണ്ണിലാവിൻ ചന്ദനരാവേ, കൺമണിക്കൊരു ചേലയൊരുക്കൂ. ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്. കനവെല്ലാം പൂത്തുലഞ്ഞ പൂന്തളിരായി തിരിഞ്ഞൊറിഞ്ഞ് അഴകിന്നല നിരകൾ. കാത്തിരുന്ന കനവെല്ലാം പൂത്തുലഞ്ഞ പൂന്തളിരായി തിരിഞ്ഞൊറിഞ്ഞ് അഴകിന്നല നിരകൾ. ജിയാ 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 ഹോയ്, ജിയാ 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 ഹോയ്. പൊന്നൊരുക്കണ പുലരി പെണ്ണേ, സുന്ദരിക്കൊരു മാലകൊരുക്കൂ, വെണ്ണിലാവിൻ ചന്ദനരാവേ, കൺമണിക്കൊരു ചേലയൊരുക്കൂ. ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്. ജിയാ 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 ഹോയ് ഹോയ്, ജിയാ 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 ഹോയ്. ಯಾರು ಬರ್ತಾರು? ആ, ಯಾರಮ್ಮ? ഇളയച്ഛൻ, ആ, നീ അകത്ത് പോ. ബാക്കിയൊക്കെ പിന്നെ. എന്ത് കാര്യമായാലും ഞാൻ എങ്ങോട്ടും പോവില്ല. നിങ്ങൾ പോണെന്ന് പറഞ്ഞാൽ പോയി. ശ്ശോ, നിന്നോട് അകത്ത് പോകാനല്ലേ കുട്ടി പറഞ്ഞേ? ചെല്ലു ചെല്ലു. എന്റെ മൂന്നാം വാടിപ്പെട്ട സ്ഥലം തന്നെയാണിത്. പിന്നതിന് പേടിക്കണ് വന്നോളിൻ. മൂന്നാം വാർഡിലെ മഹാരാജ് ഇവിടെ ഈ വഴിക്കൊന്നും കാണാറേ ഇല്ല. നിന്റെയൊക്കെ വർത്താനം കേട്ടാ തോന്നും നിന്റെയൊക്കെ ഞാൻ ഇടക്കിടക്ക് വന്ന് കണ്ട് പോകാറുണ്ടെന്ന്. വേഷം കിട്ടിട്ട് കണ്ട് കുറ്റം വിളിക്കേ. ഏത് കുട്ടി? ഞങ്ങൾ അരിപ്പിച്ചിട്ടില്ല. പിന്നെ ഏത് കുട്ടി? കുട്ടി പണ്ടാരങ്ങളെ ആ നിക്കണ രമേശ് എന്താണ് മോളെ ചോദിച്ചത് ഇപ്പൊ മനസ്സിലായ? അന്താളെ പാക്കരുത് ഫസ്റ്റ് ടൈം അന്താളെ മോളെ ഞങ്ങൾ എപ്പോഴും തരും. നിന്റെ മോർമ്മ ഞാൻ തരും.
ഈ മെമ്പർ പ്രബലൻ നായരെ കൊടുക്കുന്നത് വന്നത് ഒന്നും അറിയാണ്ടില്ല. ഒന്ന് രണ്ട് സൈറ്റ് ഒരു ബാല്യക്കാരി പെൺകുട്ടി ഇവിടെ താമസിക്കുന്നത് തന്നെയാ വന്നത്. ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അത് നായരുടെ മോള് നീല തന്നെയാണ്. എന്റെ മണ്ടലാക്കിയാണ് വിളിക്കാൻ കൂട്ടിയനെ. അതാ ഞാൻ പോലീസിൽ വിളിക്കണ. എന്താണ് നീയൊക്കെ കണ്ണിങ്ങരാസം കാണിക്കണത്? ഒരുപാട് കേസിലും കുട്ടാമാറ്റിൽപ്പെട്ട കുട്ടിയാണത്. അതിനെ തട്ടിക്കൊണ്ട് വന്ന് നിങ്ങളിവിടെ പാർപ്പിക്കാണ്ട് പോലീസ് കേസ് കൊടുത്താല് എന്താ ഉണ്ടാകുന്ന ബോധമുണ്ടാ? ഞാൻ മര്യാദക്കാണ് ചോദിക്കുന്നത്. മര്യാദക്കാണെങ്കിൽ ഈ പ്രബലം പൂവപ്പഴം കുത്തുപെട്ടിട്ടാല് തനി കുപ്പിച്ചില്ലേ? പ്ലാസ്റ്റിക് കുപ്പിയാണോ? മനസ്സിലായണോ നിനക്കൊക്കെ? ഓ, നീയൊക്കെ എളനാണോ എളിയാണോന്നൊക്കെ ഏത് ദൈവം തമ്മിലാണ് ചോദിക്കാൻ. എന്താണോ നിനക്കൊരു ചുമ? ആളക്കലയാക്കണത് നിനക്ക് തൊള്ളയിടിക്കാൻ പഠിക്കും. ആ, നിന്നൊന്നും ഈ മൂന്നാം പാടി താമസിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്താണ്ട് ആൺപെണ്ണും കേട്ടോമാര് ആണുങ്ങൾ പറഞ്ഞ അനുസരിക്കാൻ ഒരു മടി. എങ്കിൽ പിന്നെ നമ്മുടെ മെമ്പർ ആണ് തന്നെയാണോ എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. അതിനുശേഷം അനുസരിക്കാം. അതെ, ആണുങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കും.